നമസ്കാരം. +1 ഫിസിക്സിലെ അടുത്ത ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 5ാമത്തെ ചാപ്റ്ററായ ലോസ് ഓഫ് മോഷൻ. ഈ ലെസണിൽ ഫ്രിക്ഷൻ എന്ന ടോപ്പിക്കാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എന്താണ് ഫ്രിക്ഷൻ എന്നതിനെക്കുറിച്ച് ഒരു ഐഡിയ എല്ലാവർക്കും ഉണ്ടാവുമായിരിക്കും അല്ലേ? ഫ്രിക്ഷൻ ഇസ് ദി റെസിസ്റ്റീവ് ഫോഴ്സ് ദാറ്റ് ഒപ്പോസസ് ദ റിലേറ്റീവ് മോഷൻ ബിറ്റ്വീൻ ടു സോളിഡ് സർഫസസ് ഇൻ കോണ്ടാക്ട്. സോ ഫ്രിക്ഷൻ എന്ന് പറയുന്നത് ഇറ്റ്സ് ആൻ ഒപ്പോസിങ് ഫോഴ്സ്, റെസിസ്റ്റീവ് ഫോഴ്സ് ആണ്. എപ്പോഴാണ് ഇത് ആക്ട് ചെയ്യുന്നത്? വെൻ ദർ ഇസ് റിലേറ്റീവ് മോഷൻ ബിറ്റ്വീൻ ടു സർഫസസ് ഇൻ കോണ്ടാക്ട്. അതായത് രണ്ട് സോളിഡ് സർഫസസ്, കോണ്ടാക്റ്റിലുള്ള രണ്ട് സോളിഡ് സർഫസസ് മൂവ് ചെയ്യുമ്പോൾ, ഒന്ന് ഒരു ബോഡി മറ്റൊരു ബോഡിക്ക് മുകളിൽ മൂവ് ചെയ്യുമ്പോൾ, അതായത് കോണ്ടാക്റ്റിലുള്ള രണ്ട് ബോഡീസ് തമ്മിൽ റിലേറ്റീവ് മോഷൻ ഉണ്ടാകുമ്പോഴാണ് ഈ ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ടാവുന്നത്. അല്ലെങ്കിൽ നമുക്കത് മനസ്സിലാവുന്നത്, ഫ്രിക്ഷണൽ ഇങ്ങനെ ഒരു റെസിസ്റ്റീവ് ഫോഴ്സ് ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാവുന്നത്. ആൻഡ് ദർ ആർ 2 types of friction, static friction and kinetic friction. ഓരോന്നും എന്താണെന്ന് നമുക്ക് പരിശോധിക്കാം. കൈനറ്റിക് ഫ്രിക്ഷൻ വീണ്ടും 2 ടൈപ്പ് ഉണ്ട്, സ്ലൈഡിംഗ് ഫ്രിക്ഷൻ ആൻഡ് റോളിംഗ് ഫ്രിക്ഷൻ. ഓക്കെ, അപ്പോൾ ഇതിനെക്കുറിച്ച് വിശദമായിട്ട് നമുക്ക് പരിശോധിക്കാം. എന്താണ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ? ദ ഫ്രിക്ഷണൽ ഫോഴ്സ് ദാറ്റ് കംസ് ഇൻ ടു പ്ലേ വെൻ വൺ ബോഡി ടെൻഡ്സ് ടു മൂവ് ഓവർ ദി സർഫസ് ഓഫ് അനദർ. അതിനാണ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. എപ്പോഴാണ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഉണ്ടാവുക? ഒരു ബോഡി മറ്റൊരു ബോഡിയിൽ ബോഡിയുടെ മുകളിൽ മറ്റൊരു സർഫസിൽ റെസ്റ്റിലായിരിക്കുമ്പോൾ ഉള്ള ഫ്രിക്ഷനാണ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. പക്ഷേ ഈ ഫ്രിക്ഷൻ ആക്ട് ചെയ്യുന്നത് എപ്പോഴാണ്? വെൻ ദ ബോഡി ടെൻഡ്സ് ടു മൂവ് ഓവർ ദി സർഫസ് ഓഫ് അനദർ. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഒരു ടേബിള് പുഷ് ചെയ്യുന്നു, നീക്കാൻ ശ്രമിക്കുന്നു, തള്ളി നീക്കാൻ ശ്രമിക്കുന്നു. ചെറിയൊരു ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് മൂവ് ചെയ്യിപ്പിക്കാൻ പറ്റില്ല അല്ല. എന്താ കാരണം? നമ്മൾ കൊടുക്കുന്ന ഫോഴ്സ് ഈ ഒപ്പോസ് ചെയ്യുന്ന ഫ്രിക്ഷണൽ ഫോഴ്സിനെ ഓവർകം ചെയ്യാൻ മാത്രമുള്ള ഫോഴ്സ് ഉണ്ടാവില്ല. പക്ഷേ കൂടുതൽ ഫോഴ്സ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ടേബിളിനെ നീക്കാൻ കഴിയും. അപ്പോൾ അവിടെ നമ്മൾ കൊടുക്കുന്ന ഫോഴ്സ് ഈ ഫ്രിക്ഷണൽ ഫോഴ്സിനേക്കാൾ കൂടുതൽ ഉണ്ടാവണം. ഓക്കെ, അതുകൊണ്ടാണ് നമുക്ക് നീക്കാൻ കഴിയുന്നത്. അപ്പോൾ നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഒരു ബോഡി മറ്റൊരു സർഫസിൽ മൂവ് ചെയ്യാൻ ശ്രമിക്കുമ്പോഴാണ് ഈ ഫ്രിക്ഷൻ, സ്റ്റാറ്റിക് ഫ്രിക്ഷൻ അതിൽ ആക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് ഇറ്റ് കംസ് ഇൻ ടു പ്ലേ വെൻ വൺ ബോഡി ടെൻഡ്സ് ടു മൂവ് ഓവർ ദി സർഫസ് ഓഫ് അനദർ. മറ്റൊന്നിന് മുകളിൽ മൂവ് ചെയ്യാൻ ശ്രമിക്കുമ്പോഴാണ് ഈ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ആക്ട് ചെയ്യുന്നത്. It is called static friction because it acts when the body is at rest. ഓക്കെ, ബോഡി മൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ സംസാരിക്കുക കൈനറ്റിക് ഫ്രിക്ഷനെ കുറിച്ചാണ്. അപ്പോൾ സ്റ്റാറ്റിക് ആ പേര് പോലെ തന്നെ ബോഡി റെസ്റ്റിലായിരിക്കുമ്പോഴുള്ള ഫ്രിക്ഷണൽ ഫോഴ്സാണ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്നറിയപ്പെടുന്നത്. ഈ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ്റെ കേസിൽ സപ്പോസ് എഫ് ഇസ് ദി അപ്ലൈഡ് ഫോഴ്സ്. അപ്പോൾ നമുക്കറിയാം, ഒരു ബോഡി റെസ്റ്റിലുള്ള ഒരു ബോഡിയെ മൂവ് ചെയ്യിപ്പിക്കണമെങ്കിൽ നമ്മളൊരു ഫോഴ്സ് അപ്ലൈ ചെയ്യണം. അപ്പോൾ ക്യാപിറ്റൽ എഫ് അപ്ലൈഡ് ഫോഴ്സ് ആണെന്ന് വിചാരിക്കാം, എഫ് എസ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ആണെന്ന് വിചാരിക്കാം. അപ്പോൾ അപ്ലൈഡ് ഫോഴ്സ് കൊടുക്കുമ്പോൾ ഈ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ കാരണം ചെറിയ ഫോഴ്സൊക്കെ നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ബോഡി മൂവ് ചെയ്യുന്നില്ല. ആൻഡ് ആസ് യു ഇൻക്രീസ് ദി അപ്ലൈഡ് ഫോഴ്സ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഓൾസോ ഇൻക്രീസസ്. അതുകൊണ്ടാണ് ഇപ്പോൾ ഒരു ചെയർ അല്ലെങ്കിൽ ഒരു ടേബിൾ നമ്മൾ മൂവ് ചെയ്യിപ്പിക്കുമ്പോൾ ചെറിയ ഫോഴ്സ് കൊടുത്താൽ അത് മൂവ് ചെയ്യാത്തതിൻ്റെ കാരണം എന്തുകൊണ്ടാണ്? കാരണം നമ്മൾ ഫോഴ്സ് കൊടുക്കുന്നതിനനുസരിച്ച് സ്റ്റാറ്റിക് ഫ്രിക്ഷനും കൂടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ചെറിയ ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് സ്റ്റാറ്റിക് ഫ്രിക്ഷനെ ഓവർകം ചെയ്യാൻ മാത്രം മതിയാവുന്നില്ല. അതുകൊണ്ട് ബോഡി മൂവ് ചെയ്യുന്നില്ല. പക്ഷേ ഈ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ കൂടുന്നതിനൊരു ലിമിറ്റ് ഉണ്ട്. ഓക്കെ, ആസ് യു ഇൻക്രീസ് ദി അപ്ലൈഡ് ഫോഴ്സ് ദ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഓൾസോ ഇൻക്രീസസ്, ബട്ട് അപ് ടു എ സർട്ടൻ ലിമിറ്റ്. ഒരു ലിമിറ്റ് വരെ മാത്രമേ ഈ സ്റ്റാറ്റിക് ഫ്രിക്ഷന് ഇൻക്രീസ് ചെയ്യാൻ കഴിയുള്ളൂ. ഓക്കെ, അപ്പോൾ ആ ഒരു ലിമിറ്റ്, ദാറ്റ് ഈസ് നോൺ ആസ് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ, അതിലേക്ക് നമുക്ക് വരാം. അപ്പോൾ ആ ഒരു ലിമിറ്റ് വരെ ബോഡി റെസ്റ്റിലായിരിക്കും. അതായത് നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സും സ്റ്റാറ്റിക് ഫ്രിക്ഷൻ്റെ മാക്സിമം വാല്യൂവിൽ എത്തുന്നത് വരെ ബോഡി റെസ്റ്റിലായിരിക്കും. അപ്പോൾ അതിൽ കൂടുതൽ ഫോഴ്സ് അപ്ലൈ ചെയ്താൽ മാത്രമേ ബോഡിക്ക് മൂവ് ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ ഫ്രിക്ഷൻ ഇസ് കോൾഡ് എ സെൽഫ് അഡ്ജസ്റ്റിംഗ് ഫോഴ്സ്. എന്തുകൊണ്ടാണ് ഫ്രിക്ഷൻ ഒരു സെൽഫ് അഡ്ജസ്റ്റിംഗ് ഫോഴ്സ് ആണെന്ന് പറയുന്നത്? ബിക്കോസ് ആസ് യു ചേഞ്ച് ദി അപ്ലൈഡ് ഫോഴ്സ്, ആസ് യു ഇൻക്രീസ് ദി അപ്ലൈഡ് ഫോഴ്സ്, ദ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഓൾസോ ഇൻക്രീസസ്. നമ്മളിപ്പോൾ ഒരു പെർട്ടിക്കുലർ ഫോഴ്സിൽ ഒരു ടേബിൾ തള്ളുകയാണെന്ന് വിചാരിക്കുക, ടേബിൾ നീങ്ങുന്നില്ല.
അതേ ഫോഴ്സ് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് നമ്മൾ കൊടുക്കാമെന്ന് വിചാരിക്കൂ, അപ്പോഴും ടേബിൾ നീങ്ങുന്നില്ലല്ലോ. കാരണം എന്താ? അപ്പോൾ ആദ്യം ഫ്രിക്ഷണൽ ഫോഴ്സ് ഏത് ഡയറക്ഷനിലാണോ ആക്ട് ചെയ്തത്, നമ്മൾ അപ്ലൈഡ് ഫോഴ്സിൻ്റെ ഡയറക്ഷൻ മാറ്റിയാൽ ഫ്രിക്ഷണൽ ഫോഴ്സ് അതിൻ്റെ ഡയറക്ഷനും മാറ്റും. ഓക്കെ, അപ്പോൾ ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത് എപ്പോഴും ഒരേ ഡയറക്ഷനിലാവണം നിർബന്ധമില്ല. ഏത് ഡയറക്ഷനിലാണോ ബോഡി മൂവ് ചെയ്യാൻ ശ്രമിക്കുന്നത് അതിനെ ഒപ്പോസ് ചെയ്യാണ് ഫ്രിക്ഷണൽ ഫോഴ്സ് ചെയ്യുന്നത്. അപ്പോൾ if the body is tending to move towards right, then the frictional force will be in the opposite direction. Okay, if the body is tending to move towards left, അപ്പോൾ ഫ്രിക്ഷണൽ ഫോഴ്സ് ആദ്യമുള്ളതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയിരിക്കും. അപ്പോൾ എങ്ങനെയാണോ അപ്ലൈഡ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് അതിനെ ഒപ്പോസ് ചെയ്യുന്ന രീതിയിലാണ് ഈ ഫ്രിക്ഷണൽ ഫോഴ്സ് ആക്ട് ചെയ്യുക. അതുകൊണ്ടാണ് ഇറ്റ് ഈസ് നോൺ ആസ് എ സെൽഫ് അഡ്ജസ്റ്റിംഗ് ഫോഴ്സ്. സ്വയം മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും ചേഞ്ച് ചെയ്യാൻ കഴിയുന്ന ഒരു റെസിസ്റ്റീവ് ഫോഴ്സാണ് ഫ്രിക്ഷണൽ ഫോഴ്സ്. ഇതിൽ ലിമിറ്റിംഗ് ഫ്രിക്ഷൻ എന്താണെന്ന് നോക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞു ഫ്രിക്ഷണൽ ഫോഴ്സ് ക്യാൻ ചേഞ്ച് ഇറ്റ്സ് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ. പക്ഷേ മാഗ്നിറ്റ്യൂഡ് അപ് ടു എ പെർട്ടിക്കുലർ ലിമിറ്റ് അതുവരെ മാത്രമേ ചേഞ്ച് ചെയ്യാൻ കഴിയുള്ളൂ. അതങ്ങനെ ഇൻഫിനിറ്റ് ആയിട്ട് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. ഇറ്റ് ഇൻക്രീസസ് അപ് ടു എ പെർട്ടിക്കുലർ വാല്യൂ. ദാറ്റ് ഈസ് നോൺ ആസ് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ. ഓക്കെ, അപ്പോൾ ലിമിറ്റിംഗ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ദ മാക്സിമം വാല്യൂ ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ദാറ്റ് ഈസ് ജനറേറ്റഡ് ബിറ്റ്വീൻ ടു സർഫസസ് ഇൻ കോണ്ടാക്ട്. ഇറ്റ് ഈസ് കോൾഡ് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ. അപ്പോൾ തന്നിട്ടുള്ള രണ്ട് സർഫസസ് കോണ്ടാക്റ്റിലായിരിക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ ആക്ട് ചെയ്യുന്ന മാക്സിമം സ്റ്റാറ്റിക് ഫ്രിക്ഷനെയാണ് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. ഡിനോട്ടഡ് ബൈ FS max. FS സ്റ്റാറ്റിക് ഫ്രിക്ഷനാണ്, മാക്സിമം അതാണ് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ. ഇനി അതിൻ്റെ ലോസ് നോക്കാം. ലോസ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. ഫസ്റ്റ് പോയിന്റ്, the maximum value of static friction or limiting friction is directly proportional to normal reaction. അതായത് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ്റെ മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് നോർമൽ റിയാക്ഷന് പ്രൊപ്പോർഷണൽ ആയിരിക്കും. നോർമൽ റിയാക്ഷൻ നമുക്കറിയാം എന്താണ്? ഗ്രാവിറ്റേഷണൽ ഫോഴ്സിൻ്റെ അതായത് ഏത് ഫോഴ്സാണോ ഒരു പെർട്ടിക്കുലർ ഫോഴ്സ് നമ്മൾ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് വെയിറ്റ് mg താഴേക്ക് ആക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത്ര തന്നെ ഫോഴ്സ് മുകളിലേക്ക് ആക്ട് ചെയ്യുന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ ഒരു ബുക്ക് ടേബിളിന് മുകളിൽ റെസ്റ്റിലായിരിക്കാൻ കാരണം എന്താ? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് മാത്രമേ ഉള്ളൂവെങ്കിൽ അത് താഴേക്ക് വീണു പോകേണ്ടതല്ലേ. പക്ഷേ ഈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനെ ഒപ്പോസ് ചെയ്തുകൊണ്ട് ടേബിൾ എക്സേർട്ട് ചെയ്യുന്ന ഒരു നോർമൽ റിയാക്ഷൻ ഓപ്പോസിറ്റ് ഡയറക്ഷനിലുണ്ട് അല്ലേ. അതുകൊണ്ടാണ് താഴേക്ക് വീഴാത്തത്, റെസ്റ്റിലായിരിക്കാൻ കാരണം അതാണ്. അപ്പോൾ ആ രീതിയിൽ മാക്സിമം ലിമിറ്റിംഗ് ഫ്രിക്ഷൻ ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു നോർമൽ റിയാക്ഷൻ. Or you can write Fs max equal to μs into m, where μs is called coefficient of static friction. ഈ ഒരു വാല്യൂ μs, ഇറ്റ്സ് എ കോൺസ്റ്റൻറ്റ് ആൻഡ് ഡിപ്പെൻഡ്സ് ഓൺ ദി നേച്ചർ ഓഫ് ദ സർഫസസ് ഇൻ കോണ്ടാക്ട്. ഏത് രണ്ട് സർഫസിലാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് അതിനനുസരിച്ചിട്ട് μsൻ്റെ വാല്യൂ ചേഞ്ച് ചെയ്യാം. ഇപ്പോൾ ഒരു ബുക്ക് ഗ്ലാസ് ടേബിളിൽ വെച്ചാലും ഒരു ബുക്ക് വുഡൻ ടേബിളിൽ വെച്ച് കഴിഞ്ഞാലും ഉണ്ടാകുന്ന ഫ്രിക്ഷണൽ ഫോഴ്സ് ഡിഫറെൻ്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ μs എന്ന വാല്യൂ സർഫസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നർത്ഥം. അപ്പോൾ ഈ ലോ തന്നെ നമുക്ക് മറ്റൊരു രീതിയിൽ എഴുതാം. Fs ലെസ് ദാൻ ഓർ ഈക്വൽ ടു μs ഇൻറ്റു n. Fs എന്ന് പറയുന്ന സ്റ്റാറ്റിക് ഫ്രിക്ഷൻ, ഇറ്റ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു μs കോഎഫിഷ്യൻ്റ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഇൻറ്റു n. അപ്പോൾ ആദ്യം പറഞ്ഞത് Fs മാക്സ് ആണ്. മാക്സിമം സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു n അല്ലെങ്കിൽ ഈക്വൽ ടു μs n. ഇപ്പോൾ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു μs n. അതിൽ നിന്ന് മ്യൂസിനൊരു വാല്യൂ കിട്ടും. നമുക്ക് മുകളിൽ എഴുതിയ ഇക്വേഷനിൽ നിന്ന് മ്യൂസിനൊരു വാല്യൂ കിട്ടും. ദറ്റ് ഈസ് Fs മാക്സ് ഡിവൈഡഡ് ബൈ n. അപ്പോൾ ഫസ്റ്റ് പോയിന്റ് ലോസ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷനിൽ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നതാണ് എന്താണ്? ലിമിറ്റിംഗ് ഫ്രിക്ഷൻ is directly proportional to normal reaction. Second point നോക്കൂ. The static friction is independent of the area of the surfaces in contact. Static friction area ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. Okay, it is independent of area of the surfaces in contact. Third point, it depends on the nature of the surfaces in contact.
ഈ ഫ്രിക്ഷണൽ ഫോഴ്സിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഏതാണ്? ഏരിയ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, മറ്റൊരു ഫാക്ടറിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ നേച്ചർ ഓഫ് ദ സർഫസസ്. അതായത് നമ്മൾ കൺസിഡർ ചെയ്യുന്ന അല്ലെങ്കിൽ കോണ്ടാക്റ്റിലുള്ള സർഫസിൻ്റെ നേച്ചർ, എത്ര സ്മൂത്താണ് അല്ലെങ്കിൽ എത്ര റഫാണ്, ഏത് മെറ്റീരിയൽ കൊണ്ട് ഉണ്ടാക്കിയതാണ്. അപ്പോൾ ആ സർഫസിൻ്റെ നേച്ചറിനെയാണ് ഈ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഓക്കെ, അടുത്തായി നമുക്ക് കൈനറ്റിക് ഫ്രിക്ഷൻ എന്താണെന്ന് നോക്കാം. കൈനറ്റിക് ഫ്രിക്ഷൻ ആ പേരിൽ നിന്ന് തന്നെ ക്ലിയർ ആണ്. ഇറ്റ് ഈസ് ദ റെസിസ്റ്റീവ് ഫോഴ്സ് that comes into play between two surfaces when they are in relative motion with respect to each other. സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഒരു സർഫസിന് മുകളിൽ മറ്റൊന്ന് മൂവ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഉള്ള ഫ്രിക്ഷനായിരുന്നു. കൈനറ്റിക് ഫ്രിക്ഷൻ എന്ന് പറയുന്നത് മോഷനിലായിരിക്കുമ്പോഴുള്ള ഫ്രിക്ഷനാണ്. അതായത് when one body moves on the surface of another body, ഒരു ബോഡി മറ്റൊരു ബോഡിയുടെ സർഫസിൽ മൂവ് ചെയ്യുമ്പോൾ ഉള്ള ഫ്രിക്ഷനാണ് കൈനറ്റിക് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. ഇതും ഒരു തരത്തിലുള്ള ഒപ്പോസിങ് ഫോഴ്സാണ്, റെസിസ്റ്റീവ് ഫോഴ്സാണ്. ഓക്കെ, കൈനറ്റിക് ഫ്രിക്ഷൻ്റെ ലോസ് നോക്കാം. നേരത്തെ പോലെ തന്നെ കൈനറ്റിക് ഫ്രിക്ഷൻ is directly proportional to normal reaction. കൈനറ്റിക് ഫ്രിക്ഷൻ Fk ആണ് ഡിനോട്ട് ചെയ്യുക. ഓക്കെ, ഫോഴ്സ് ഓഫ് കൈനറ്റിക് ഫ്രിക്ഷൻ Fk directly proportional to n. Fk equal to mu k into n, where mu k is coefficient of kinetic friction. Mu k coefficient of kinetic friction എന്നാണ് അറിയപ്പെടുന്നത്. ഇറ്റ്സ് എ കോൺസ്റ്റൻറ്റ്. സെക്കൻഡ് പോയിന്റ്, ഇൻഡിപെൻഡൻറ്റ് ഓഫ് ഏരിയ ഓഫ് കോണ്ടാക്ട്. മറ്റൊന്നും കൂടി ഇതിലുണ്ട്. മൂവ് ചെയ്യുമ്പോഴുള്ള ഫ്രിക്ഷൻ ആയതുകൊണ്ട് ഒരു കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്, വെലോസിറ്റിയിൽ ഡിപ്പെൻഡ് ചെയ്യുമോ എന്നുള്ളത്. ഓക്കെ, ഇറ്റ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് വെലോസിറ്റി. ഏരിയ ഓഫ് കോണ്ടാക്റ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, വെലോസിറ്റിയിൽ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ ദി നേച്ചർ ഓഫ് സർഫസസ് ഇൻ കോണ്ടാക്ട്. ആകെ ഡിപ്പെൻഡ് ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത് കോണ്ടാക്റ്റിലുള്ള സർഫസസിൻ്റെ നേച്ചറാണ്. അതായത് സ്റ്റാറ്റിക് ഫ്രിക്ഷനും കൈനറ്റിക് ഫ്രിക്ഷൻ്റെ ലോസ് ജസ്റ്റ് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം ഒരുപോലെ തന്നെയാണ് എല്ലാ കാര്യങ്ങളും. Fk mu k. ഓക്കെ, ഫോഴ്സ് ഓഫ് കൈനറ്റിക് ഫ്രിക്ഷൻ ആകുമ്പോൾ കോഎഫിഷ്യൻ്റ് ഓഫ് കൈനറ്റിക് ഫ്രിക്ഷൻ ആണ്. പിന്നെ Fs ഫോഴ്സ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ആയിരിക്കുമ്പോൾ കോഎഫിഷ്യൻ്റ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ആണ്. ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ, കമ്പയർ ചെയ്ത് പഠിക്കുക. ഇനി ഒരു ഗ്രാഫ് നോക്കൂ. ഗ്രാഫിൽ along x-axis you have applied force, along y-axis resistive force. Resistive force means frictional force. Graph, you can see that as the applied force increases, the frictional means resistive force also increases. Applied force കൂടുന്നതിനനുസരിച്ച് റെസിസ്റ്റീവ് ഫോഴ്സ് കൂടുന്നുണ്ട്. സ്ട്രെയിറ്റ് ലൈനാണ് നമുക്ക് കിട്ടുന്നത്. ആ ഒരു പോർഷൻ സ്റ്റാറ്റിക് ഫ്രിക്ഷനാണ്. ഓക്കെ, റെസ്റ്റിലായിരിക്കുമ്പോഴുള്ള റെസിസ്റ്റീവ് ഫോഴ്സ് സ്റ്റാറ്റിക് ഫ്രിക്ഷനാണ്. ആൻഡ് ഇറ്റ് ബിക്കംസ് മാക്സിമം, ദാറ്റ് ഈസ് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ, Fs മാക്സ്. അപ്പോൾ ബോഡി മൂവ് ചെയ്യാൻ തുടങ്ങും. ദെൻ അഗൈൻ ഇഫ് യു ഇൻക്രീസ് ദി അപ്ലൈഡ് ഫോഴ്സ്, ഫ്രിക്ഷണൽ ഫോഴ്സ് does not increase, it remains almost constant. It is called kinetic friction. അപ്പോൾ ആ ഒരു വേരിയേഷൻ ഓർത്ത് വെക്കുക. അപ്പോൾ ഈ ഗ്രാഫിൽ നിന്ന് ക്ലിയർ ആണ്, കൈനറ്റിക് ഫ്രിക്ഷൻ ഇസ് ലെസ് ദാൻ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. ഓക്കെ, mu k is less than mu s. ഓർത്ത് വെക്കുക ആ പോയിന്റ്. ഇനി മറ്റൊരു കാര്യം, ഒരു ബോഡിയുടെ ആക്സലറേഷൻ നമുക്കറിയാം, F = ma എന്നുള്ള റിലേഷൻ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഫ്രിക്ഷണൽ ഫോഴ്സും കൂടി കൺസിഡർ ചെയ്യുകയാണെങ്കിൽ വാട്ട് ഈസ് ആക്സലറേഷൻ? A = F - Fk / m. എന്തുകൊണ്ടാണ് F - Fk വന്നത്? ക്യാപിറ്റൽ F അപ്ലൈഡ് ഫോഴ്സാണ്, Fk കൈനറ്റിക് ഫ്രിക്ഷൻ, ഫോഴ്സ് ഓഫ് കൈനറ്റിക് ഫ്രിക്ഷൻ. അപ്പോൾ ഒപ്പോസിങ് ഫോഴ്സാണ് കൈനറ്റിക് ഫ്രിക്ഷൻ. അതുകൊണ്ടാണ് നമ്മൾ F - Fk എന്നെടുത്തത് / m. സപ്പോസ് ദ ബോഡി ഈസ് മൂവിങ് വിത്ത് കോൺസ്റ്റൻറ്റ് വെലോസിറ്റി. വെലോസിറ്റി കോൺസ്റ്റൻ്റ് ആണെങ്കിൽ എന്ന് പറഞ്ഞാൽ ആക്സലറേഷൻ 0 അല്ലേ? വെലോസിറ്റി കോൺസ്റ്റൻ്റ് എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ?
ആക്സിലറേഷൻ 0. അപ്പോൾ എഫ് ഈക്വൽ ടു എഫ് കെ ആയിരിക്കുമല്ലോ, കാരണം അപ്ലൈഡ് ഫോഴ്സും കൈനറ്റിക് ഫ്രിക്ഷനും ഈക്വൽ ആവുന്നു. അപ്പോൾ നെറ്റ് ഫോഴ്സ് 0, then acceleration will be 0. Now if the applied force on the body is removed, applied force നമ്മൾ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ആക്സിലറേഷൻ എന്താ കിട്ടുക? മൈനസ് എഫ് കെ ഡിവൈഡഡ് ബൈ എം. ആ മൈനസ് സൈൻ ഷോസ് ദാറ്റ് ബോഡി കംസ് ടു റിട്ടാർഡേഷൻ. ഓക്കെ, മൈനസ് ആക്സിലറേഷൻ നെഗറ്റീവ് കിട്ടിയാൽ അതിൻ്റെ അർത്ഥം റിട്ടാർഡേഷനാണ് എന്ന് പറഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ ബോഡി നിന്ന് പോകും. ഓക്കെ, അപ്പോൾ അപ്ലൈഡ് ഫോഴ്സ് ഇല്ലാത്തൊരവസ്ഥയിൽ, അതായത് ആദ്യം അപ്ലൈഡ് ഫോഴ്സ് ഉണ്ടായിരുന്നു, പിന്നീട് അപ്ലൈഡ് ഫോഴ്സ് നമ്മൾ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഫ്രിക്ഷൻ കാരണമാണ് ബോഡി സ്റ്റോപ്പ് ചെയ്യുന്നത് എന്ന കാര്യമാണ് ഇപ്പോൾ പറഞ്ഞത്. മൈനസ് എഫ് കെ ബൈ എം ആണ് ആക്സിലറേഷൻ, അത് നെഗറ്റീവാണ് എന്ന് പറഞ്ഞാൽ റിട്ടാർഡേഷനാണ്, ആൻഡ് ദ ബോഡി ഫൈനലി സ്റ്റോപ്സ്. ഓക്കെ, അപ്പോൾ ആ ഒരു പോയിന്റ് ഓർത്ത് വെക്കാം. ഇനി സ്ലൈഡിങ് ഫ്രിക്ഷനും റോളിംഗ് ഫ്രിക്ഷനും എന്താണെന്ന് നോക്കാം. പേരിൽ നിന്ന് തന്നെ ക്ലിയർ ആണ്. സ്ലൈഡിംഗ് ഫ്രിക്ഷൻ എപ്പോഴാണ് ഉണ്ടാവുക? വെൻ എ ബോഡി സ്ലൈഡ്സ് ഓവർ ദി സർഫസ് ഓഫ് അനദർ ബോഡി. ഓക്കെ, ഒരു ബോഡി മറ്റൊരു ബോഡിയുടെ മുകളിൽ നിരങ്ങി നീങ്ങുക. സ്ലൈഡിങ് മീൻസ് നിരങ്ങി നീങ്ങുക. അപ്പോഴാണ് സ്ലൈഡിംഗ് ഫ്രിക്ഷൻ ഉണ്ടാവുക. അതിന് എക്സാമ്പിളാണ് എ ബുക്ക് മൂവ്സ് ഓവർ an inclined plane. ഒരു ചെരിഞ്ഞ സർഫസിലൂടെ, ഒരു ചെരിഞ്ഞ പ്രതലത്തിൽ, ഒരു സർഫസിൽ നമ്മളൊരു ബുക്ക് വെച്ച് കഴിഞ്ഞാൽ അത് പതുക്കെ തനിയെ താഴേക്ക് മൂവ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇറ്റ്സ് എ സ്ലൈഡിങ് മോഷൻ. ആ കേസിലുണ്ടാകുന്ന ഫ്രിക്ഷനാണ് സ്ലൈഡിങ് ഫ്രിക്ഷൻ. റൈറ്റ്. അടുത്തത് റോളിംഗ് ഫ്രിക്ഷനാണ്. എന്താണ് റോളിംഗ് ഫ്രിക്ഷൻ? ഫ്രിക്ഷണൽ ഫോഴ്സ് ദാറ്റ് കംസ് ഇൻ ടു പ്ലേ വെൻ എ ബോഡി റോൾസ് ഓവർ ദി സർഫസ് ഓഫ് അനദർ ബോഡി. ഇറ്റ് ഇസ് കോൾഡ് റോളിംഗ് ഫ്രിക്ഷൻ. ഒരു ബോള് റോൾ ചെയ്യാണ് ചെയ്യാം. ഓക്കെ, അപ്പോൾ സ്ലൈഡിംഗ് ഫ്രിക്ഷനും റോളിംഗ് ഫ്രിക്ഷനും രണ്ടും കൈനറ്റിക് ഫ്രിക്ഷനാണ്. സ്ലൈഡിംഗ് ഫ്രിക്ഷൻ ഉണ്ടാകുന്നത് വെൻ എ ബോഡി സ്ലൈഡ്സ് ഓവർ ദി സർഫസ് ഓഫ് അനദർ ബോഡി. റോളിംഗ് ഫ്രിക്ഷൻ ഉണ്ടാകുന്നത് വെൻ എ ബോഡി റോൾസ് ഓവർ ദി സർഫസ് ഓഫ് അനദർ ബോഡി. ഒരു ബോൾ ഉരുളുമ്പോൾ അവിടെ ഉണ്ടാകുന്ന റോളിംഗ് ഫ്രിക്ഷനാണ്. ആൻഡ് റോളിംഗ് ഫ്രിക്ഷൻ ഈസ് ഓൾവേസ് ലെസ് ദാൻ സ്ലൈഡിംഗ് ഫ്രിക്ഷൻ. എപ്പോഴും റോളിംഗ് ഫ്രിക്ഷനാണ് കുറവ് സ്ലൈഡിംഗ് ഫ്രിക്ഷനേക്കാൾ. അതുകൊണ്ടാണ് നമ്മൾ ഹെവി ലോഡ് അല്ലെങ്കിൽ ലഗേജ് ഒക്കെ മൂവ് ചെയ്യിപ്പിക്കും. മീൻസ് ഒരു പൊസിഷനിൽ നിന്ന് മറ്റൊരു പോയിന്റിലേക്ക് കൊണ്ടുപോകുമ്പോൾ നമ്മൾ വീൽസ് ഉള്ള ക്യാരി ബാഗുകൾ അല്ലെങ്കിൽ സൂട്ട് കേസുകൾ അതൊക്കെ ഉപയോഗിക്കാറുണ്ട് അല്ലേ? അല്ലെങ്കിൽ ചെറിയ ചെറിയ വെഹിക്കിൾസ് ടു ട്രാൻസ്പോർട്ട് ഹെവി ലോഡ്സ്. ഒരു ചക്രങ്ങളുള്ള അത്തരം വെഹിക്കിൾസ് ഉപയോഗിക്കാനുള്ള കാരണം എന്ന് പറയുന്നത് ഇതാണ്. റോളിംഗ് ഫ്രിക്ഷൻ ഈസ് ഓൾവേസ് ലെസ് ദാൻ സ്ലൈഡിംഗ് ഫ്രിക്ഷൻ. അപ്പോൾ ഫ്രിക്ഷൻ ഈ ഒപ്പോസിങ് ഫോഴ്സാണ്. അപ്പോൾ ഈ റോളിംഗ് ഫ്രിക്ഷൻ കുറയുമ്പോൾ നമ്മൾ കൊടുക്കേണ്ട ഫോഴ്സ് കുറയും. അപ്പോൾ ഫ്രിക്ഷൻ കാരണം കുറേ നല്ല വശങ്ങളുണ്ട്, അതുപോലെ തന്നെ കുറേ ദോഷങ്ങളുണ്ട്. ഇറ്റ് ഹാസ് ബോത്ത് മെറിറ്റ്സ് ആൻഡ് ഡീമെറിറ്റ്സ്. അപ്പോൾ മെഷീൻസിൻ്റെ ഒക്കെ വെയർ ആൻഡ് ടയറിന് കാരണം ഫ്രിക്ഷനാണ്, അതൊരു ഡീമെറിറ്റാണ്. പക്ഷേ അതേസമയം നമുക്ക് നടക്കാൻ കഴിയുന്നത്, എഴുതാൻ കഴിയുന്നത്, ഇതൊക്കെ ഫ്രിക്ഷൻ കാരണമാണ്. സോ ഇറ്റ് ഹാസ് ബോത്ത് മെറിറ്റ് ആൻഡ് ഡീമെറിറ്റ്സ്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഫ്രിക്ഷൻ ഈസ് കോൾഡ് എ നെസസറി ഈവിൾ. ഓക്കെ, ഫ്രിക്ഷൻ ഈസ് കോൾഡ് എ നെസസറി ഈവിൾ. വളരെ അത്യാവശ്യമുണ്ട്, പക്ഷേ കുറേ ഡീമെറിറ്റ്സും ഉണ്ട്. അപ്പോൾ ഫ്രിക്ഷനെ കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ തുടർന്നുള്ള ക്ലാസ്സുകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ ലഭിക്കുന്നതാണ്. താങ്ക് യു.